ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡിയോ വണ്ടി, ഡിയോ 125 ആണ്. വണ്ടി സർവീസിന് കയറിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിക്കപ്പ് ലോ പറഞ്ഞിട്ടുണ്ട്. അതായത് ചെറിയൊരു പിടുത്തം കാണിക്കുന്ന പോലെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. റിയർ സൗണ്ട്, ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ടിൻ്റെ കേസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റാം. ഫ്രണ്ട് കവർ ലോക്ക് ചാടി പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. വണ്ടി മറിഞ്ഞ് വീണിട്ട് വന്ന കേസാണ്. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് കയറിയത്. അതുകൊണ്ട് തന്നെ വാട്ടർ സർവീസ് ചെയ്യാനുള്ള സമയം കിട്ടുമെന്നൊരു സംശയമുണ്ട്. ബാക്കിത്തെ വർക്കിന് വേണ്ടി നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് തന്നുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാനുള്ളൂ. തൽക്കാലം ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിടാം. ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷൻ ടയറോ കുഴപ്പമൊന്നുമില്ല. ഹബിനും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് ആ സൈഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററിനെ കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. പുതിയ ഫിൽറ്ററാണ് കിടക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ ഉള്ളത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റ് ആയാലും വർക്കിങ്ങും പെർഫോമൻസും ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണം. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. പുതിയ ബെൽറ്റ് കിടക്കണം കേട്ടോ. അപ്പോൾ നിലവിൽ ക്ലച്ചിൻ്റെ ഭാഗത്തും പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോഴും വലിക്ക് അങ്ങനെ ഒരു കുറവുള്ളതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തൊന്നുമില്ല. കാരണം നോർമൽ സാധാരണ രീതിയിൽ ഓടിക്കുമ്പോൾ കാണിക്കുന്ന അതേ പിക്കപ്പൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എഞ്ചിൻ ഓയിൽ അഴിച്ചിട്ടുണ്ട് മാറ്റാനായിട്ട്. ഓയിൽ ചേഞ്ചും കൂടി കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. പിന്നെ നമുക്ക് ബാറ്ററിയൊക്കെ ഇതുമ്പോൾ ഇരിക്കേണ്ട ബാറ്ററി പുതിയ ബാറ്ററിയാണ്. 2024 മോഡൽ ബാറ്ററിയാണ്. പുതിയ ബാറ്ററിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ആയാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കണ്ടീഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു സർവീസും കൂടിയാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്ത സർവീസിൽ എന്തായാലും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ പാഡ് സെറ്റ് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ്. അതിനോട് തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത സർവീസിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടി വരും. അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് 120 ദിവസമാണ് സർവീസ് പീരീഡ്. ആ 120 ദിവസം എന്തെങ്കിലും കിടന്ന് ഓടിക്കോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ബൈ ചാൻസ് നമ്മുടെ ഉപയോഗം അനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടം ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സൗണ്ട് എന്തെങ്കിലും വന്നാൽ ഉടച്ചിൽ സൗണ്ട് എന്തെങ്കിലും ഫീൽ ചെയ്താൽ ഞാൻ കൈയോടെ കയറ്റി നമുക്കത് മാറ്റിക്കളയാം. ഇപ്പം നമുക്ക് മാറ്റണമെന്നില്ല, കുറേ കൂടി ഉപയോഗിക്കാൻ ഉള്ളത് കൊണ്ടാണ് തൽക്കാലം നമുക്കത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞതിൻ്റെ കേസ്. പിന്നെ ഫ്രണ്ടായാലും ടയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ടയറിൻ്റെ ഭാഗം കുഴപ്പമൊന്നുമില്ല. നമുക്ക് റൈറ്റ് സൈഡ് ഒരു അല്പം തേമാനം കൂടുതൽ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണിച്ചതും പ്രകാരം നമ്മൾ അതിൻ്റെ ഫോർക്കിൻ്റെ കണ്ടീഷൻ വർക്കിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഫോർക്കിന് വേറെ അലൈൻമെൻറ്റ് കേസുകളോ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫോർക്ക് ലീക്കേജോ കാര്യങ്ങളൊന്നും നിലവിലിപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ടയറിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാം. പിന്നെ നോർമൽ സാധാരണ സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് റൈറ്റ് സൈഡിൽ ഒരു അല്പം തേമാനം കൂടുതലുണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇതും ആ ഗണത്തിൽ വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സിംഗിൾ ഷോക്കാണ്, അതും ലെഫ്റ്റ് സൈഡിലാണ് ഷോക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ അലൈൻമെൻറ്റ് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കും. അപ്പോൾ കാണിക്കുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുക. വേറെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഫ്രണ്ട് കവർ നമുക്ക് അതിൻ്റെ ലോക്കിൽ നിന്നൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒന്നുകൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ വണ്ടി മറിഞ്ഞ് വീണ് അടിച്ച് വീണിട്ട് വന്നാണ് മിസ്റ്റേക്കാണത്. നമ്മൾ ഓരോ പ്രാവശ്യവും സെറ്റ് ചെയ്ത് വയ്ക്കും. കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ലോക്കിൽ നിന്ന് ചാടി പോകുന്ന രീതിയിൽ കംപ്ലയിൻറ്റ് കാണുന്നുണ്ട് കേട്ടോ. തൽക്കാലം അതങ്ങനെ ഉപയോഗിക്കാം. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വാട്ടർ സർവീസിൻ്റെ കേസ് മാത്രം നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. പരമാവധി നമ്മൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ബൈ ചാൻസ് എന്തെങ്കിലും സാധ്യത വെച്ചാൽ നമ്മളിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 6:30 ആവും. അതിന് ശേഷം ചെയ്ത് കിട്ടുമോ അറിയില്ല. പുറമെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. ഈ സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് കവറുള്ളത്. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ. അതനുസരിച്ച് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.